ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ആശ്രമ മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിച്ചു. ഗോത്രകലാരൂപമായ മംഗലം കളിയും പ്രശസ്ത നടിയും നർത്തകിയുമായ ആശാശരത്തിന്റെ നൃത്താവിഷ്കാരവും ഉദ്ഘാടനവേദിയെ സമ്പന്നമാക്കി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പുറമെ മന്ത്രിമാരായ കെ രാജൻ, കെ എൻ ബാലഗോപാൽ, ജെ ചിഞ്ചുറാണി, ഗണേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നടി നിഖില വിമൽ മുഖ്യാതിഥിയായിരുന്നു. 5 നാൾ നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിന് മുഖ്യമന്ത്രി ഉദ്ഘാടന ദീപം കൊളുത്തി. കലയുടെ സൗഹാർദ്ദത്തിന് മത്സര്യബുദ്ധി കൊണ്ട് കളങ്കം വരുത്തരുതെന്നും കല കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും വികാസത്തിനുമാവട്ടെയെന്നും മുഖ്യമന്ത്രിയുടെ ആശംസ. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ. കലാകൗമാരങ്ങൾക്ക് പ്രോത്സാഹനമായി ഗ്രേസ് മാർക്ക് പരിഗണനയിലുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഉറപ്പ്. നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടുമാണ് ഇതെല്ലാം പങ്കെടുക്കുന്നത്. അവർക്കെല്ലാം കൃത്യമായി തന്നെ ഗ്രേസ് മാർക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 5 മന്ത്രിമാരും 5 MLA-മാരും 2 MP-മാരും താരങ്ങളായ ആശാശരത്തും നിഖില വിമലും ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കി. ചരിത്രത്തിലാദ്യമായി കലോത്സവ വേദിയിലെത്തിയ ഗോത്രകലയായ മംഗലം കളി ഉദ്ഘാടന സഭയെ ധന്യമാക്കി. സ്വാഗതഗാനത്തിന് ആശാശരത്തിന്റെ നൃത്താവിഷ്കാരം ചടങ്ങിന് നല്ല തുടക്കമായി. പതിനാലായിരം മത്സരാർത്ഥികൾ, 239 മത്സര ഇനങ്ങൾ, 24 വേദികൾ, 5 ദിവസം കൊല്ലത്ത് കലകലക്കും. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.